ഹായ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ട്രിപ്ലെറ്റ് സീരീസ് നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു ആശയം എന്താണ് എന്ന് ഓൾറെഡി നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒറ്റ പ്രിപ്പറേഷനിൽ 4-5 എക്സാം വരെ നേടാനുള്ള അവസരം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. CTET 1, CTET 2, CATET 1, CATET 2, CATET 3, അതേപോലെ CATET 4 ഉള്ളവർക്ക് 4, സെറ്റിൻ്റെ ജനറൽ പേപ്പർ. ഇതിലെല്ലാം പല ടോപ്പിക്കുകളും കോമൺ ആണ് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത്തരത്തിൽ എല്ലാ എക്സാമുകളിലും ടീച്ചേഴ്സ് എഴുതുന്ന എല്ലാ എക്സാമുകളിലും റിപ്പീറ്റായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഡിസ്കഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിലും നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം കാണാൻ പോകുന്നത്. അതിനുശേഷം ഈ ടോപ്പിക്കിനെ സമഗ്രമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യും. ഈ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുള്ള 3 ദിവസങ്ങളിലായിട്ട് 10-ാം തീയതി ഉൾപ്പെടെ 3 ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അത് അറ്റൻഡ് ചെയ്യുന്നവർക്കാണ് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങൾ നൽകുന്നത്. അപ്പോൾ പഠിക്കാം, എക്സാം ക്രാക്ക് ചെയ്യാം, ഒപ്പം സമ്മാനങ്ങൾ നേടാനുള്ള ആ ഒരു അവസരം കൂടി നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മൈക്രോ ടീച്ചിങ് ആണ് നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് അധ്യാപകനാവാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ, മൈക്രോ ടീച്ചിങ്. അപ്പോൾ മൈക്രോ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റുകളിൽ ഇതിനോടകം ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. എന്നിട്ട് മൈക്രോ ടീച്ചിങ്ങിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഡാഷ് ഈസ് ദ സ്കെയിൽ ഡൗൺ ടീച്ചിങ് എൻകൗണ്ടർ ഇൻ ക്ലാസ് സൈസ് ആൻഡ് ക്ലാസ് ടൈം. ഇത് CTET പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഞാൻ പറഞ്ഞല്ലോ, CTET-ൻ്റെയും സെറ്റിൻ്റെയും CATET-ൻ്റെയും എല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് സ്കെയിൽ ഡൗൺ ആയിട്ടുള്ള ആ ഒരു ടീച്ചിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്? ആക്ഷൻ റിസർച്ച് ആണോ, റെമഡിയൽ ടീച്ചിങ് ആണോ, മൈക്രോ ടീച്ചിങ് ആണോ, മാക്സിംസ് ഓഫ് ലേണിംഗ് ആണോ? തീർച്ചയായിട്ടും അതെന്താണ്? മൈക്രോ ടീച്ചിങ് ആണ്. മൈക്രോ ടീച്ചിങ് ആണ് സ്കെയിൽ ഡൗൺ ആയിട്ട് നടത്തുന്നത്. എന്തെല്ലാം കാര്യത്തിലായി സ്കെയിൽ ഡൗൺ ആയിട്ട് നടത്തുന്നത്? ഓർത്തിരിക്കേണ്ട പോയിന്റ്സാണ്. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് വളരെ സിമ്പിളാണല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മൈക്രോ ടീച്ചിങ്? മൈക്രോ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ദ സ്റ്റുഡൻസ് ടീച്ചർ കോൺസെൻട്രേറ്റ്സ് ഓൺ പ്രാക്ടീസിങ് എ നമ്പർ ഓഫ് സ്കിൽസ് അറ്റ് എ ടൈം. ഇറ്റ് ഈസ് സ്കെയിൽ ഡൗൺ ടീച്ചിങ്. It helps the students teacher to get an immediate feedback. It does not need sophisticated gadgetry to put into practice. Again, CTET-ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? സ്കെയിൽ ഡൗൺ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ശരി, അതെ അല്ലേ. ഇപ്പം നോട്ട് റിലേറ്റഡ് ടു മൈക്രോ ടീച്ചിങ് ചോദിച്ചിരിക്കുന്നത്. ദെൻ സ്റ്റുഡൻറ്റ് ടീച്ചറിന് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടുമോ? കിട്ടും. പ്രത്യേകിച്ച് ഗാഡ്ജറ്ററി ഒന്നും ആവശ്യമില്ല. ദെൻ നമ്പർ ഓഫ് സ്കിൽസ് ഉണ്ടോ? ഇല്ല. അറ്റ് എ ടൈം ഒരു സ്കില്ലേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന രീതിയിൽ മൈക്രോ ടീച്ചിങ്ങിൽ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത് മൈക്രോ ടീച്ചിങ്ങായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ മൈക്രോ ടീച്ചിങ് ഇല്ലാത്ത ഒരു എക്സാമും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് മൈക്രോ ടീച്ചിങ്? സെറ്റിനൊക്കെ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. സെറ്റിന് വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് മൈക്രോ ടീച്ചിങ്? ടു ഇവാലുവേറ്റ് ടീച്ചർ എഫക്റ്റീവ്നെസ്, ടു ഡെവലപ്പ് സ്പെസിഫിക് ടീച്ചിങ് സ്കിൽസ്, to demonstrate teaching methods, to promote student learning. ഏതാണ് ശരിയായിട്ടുള്ളത്? പ്രൈമറി പർപ്പസ് ഓഫ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ഏതാണ്? തീർച്ചയായിട്ടും ടു ഡെവലപ്പ് സ്പെസിഫിക് ടീച്ചിങ് സ്കിൽസ്. ടീച്ചിങ് സ്കിൽസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് സ്യൂട്ടബിൾ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൈക്രോ ടീച്ചിങ് ഈസ് യൂസ്ഫുൾ ഫോർ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് ഓൺലി, സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് ആൻഡ് നോവൈസ് ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പേരൻസ് ആൻഡ് ഗാർഡിയൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇവിടെ ആരാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക? സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് അല്ലേ. പുതിയ ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെയാണ് ഈ ഒരു രീതി എഫക്റ്റീവ് ആവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ മൈക്രോ ടീച്ചിങ് ഇൻവോൾവ്സ്. മൈക്രോ ടീച്ചിങ്ങിന് ഏതാണ്? ടീച്ചിങ് ലാർജ് ഗ്രൂപ്പ്സ്, ടീച്ചിങ് സ്മോൾ ഗ്രൂപ്പ്സ്, 1-to-1 ടീച്ചിങ്, സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്. ഏതാണ് മൈക്രോ ടീച്ചിങ്ങിൽ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ടീച്ചിങ് സ്മോൾ ഗ്രൂപ്പ്സ് ആണ്. ചെറിയ ഗ്രൂപ്പിനെ മാത്രമേ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. CATET ആവർത്തിക്കുന്നു, CTET ആവർത്തിക്കുന്നു, സെറ്റ് ആവർത്തിക്കുന്നു. 3 ട്രിപ്ലെറ്റിലെ 3ലും ഇത് ആവർത്തിക്കുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് മൈക്രോ ടീച്ചിങ്ങിനെ കുറിച്ച് സമഗ്രമായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്? ഒരു ട്രെയിനിങ് ടെക്നിക്കാണ്. ടീച്ചർ റിവ്യൂ എ റെക്കോർഡിംഗ് ഓഫ് ടീച്ചിങ് സെഷൻ. അപ്പം നമ്മളെല്ലാം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ക്ലാസ്സിനെ
നമ്മുടെ ടീമിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ കുറച്ച് കുട്ടികളുടെ മുമ്പിൽ ബാക്കി നമ്മുടെ കൂട്ടത്തിലുള്ള പിയർ ഗ്രൂപ്പിലുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും അല്ലേ, അവരുടെ മുമ്പിൽ വെച്ച് അവതരിപ്പിക്കുന്നു. എന്നിട്ട് ആ ക്ലാസ്സിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ തന്നെ കണ്ടിട്ട് നോക്കും, അയ്യേ ഇതാണോ നമ്മുടെ ക്ലാസ് എന്ന്. ആദ്യ ക്ലാസ്സൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ വിചാരിക്കും അല്ലേ. അവിടെ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്താണ് നമ്മൾ പിന്നീട് BEdും DEdും ഒക്കെ കഴിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ടൊരു ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ സഹപാഠികളിൽ നിന്ന്, പിയേഴ്സിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട്. എന്താണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തത്, എങ്ങനെയൊക്കെ ഇനി ഇമ്പ്രൂവ് ചെയ്യണം, ആ കാര്യങ്ങളെന്നൊക്കെയുള്ള ഫീഡ്ബാക്ക് നമുക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും, കൂടുതൽ സ്കിൽസ് ഉണ്ടാവുന്നതിനും നമ്മളെ സഹായിക്കും. അപ്പം മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് കാണുമ്പോൾ തന്നെ ഞങ്ങൾ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, ഈ ചില ആളുകളുടെ പേരുകൾക്കൊപ്പം തന്നെ അവരുടെ ചില പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഓർത്തിരിക്കണമെന്ന്. അത്തരത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ തന്നെ DW അലൻ അല്ലെങ്കിൽ ഡ്വൈറ്റ് W അലൻ എന്ന് പറയുന്ന ആളുടെ പേര് ഓർത്തിരിക്കണം. മൈക്രോ ടീച്ചിങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ്. ഈ മൈക്രോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, വളരെ ചെറുതല്ലേ. ഇപ്പോൾ മൈക്രോ ടീച്ചിങ് സിംപ്ലി മീൻസ് ടീച്ചിങ് ഇൻ സ്മോൾ സ്കെയിൽ ടീച്ചിങ്ങിനെയാണ് മൈക്രോ ടീച്ചിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. സ്കെയിൽ ഡൗൺ, ഈ വാക്കൊക്കെയാണ് ക്വസ്റ്റ്യനിൽ ആവർത്തിക്കുന്ന സാധനം. സ്കെയിൽ ഡൗൺ ടീച്ചിങ് ആണ്. ഇത് നമ്മുടെ DW അലൻ ഇതിനെ ഡിഫൈൻ ചെയ്ത ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ. അതുകൂടി ഓർത്തിരുന്നത്. ആര് പറഞ്ഞാൽ നോക്കിയാൽ അത് DW അലൻ ആണ്. എ സ്കെയിൽ ഡൗൺ ടീച്ചിങ് എൻകൗണ്ടർ ഇൻ ക്ലാസ് സൈസ് ആൻഡ് ക്ലാസ് ടൈം, അതാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി അലൻ പറയുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഒക്കെ ചേർന്നിട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മൈക്രോ ടീച്ചിങ് 1960കളുടെ മിഡിൽ 1963 കാലഘട്ടത്തിലൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ DW അലനെ മറക്കരുത്, അദ്ദേഹത്തിൻ്റെ ഈ സെൻറ്റൻസും മറക്കരുത്. അതുപോലെ തന്നെ സ്കെയിൽ ഡൗൺ എന്നുള്ള വാക്കുകളൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ടീച്ചിങ് ഈസ് വെരി കോംപ്ലക്സ് പ്രോസസ് അല്ലേ. വലിയ ഒരു ക്ലാസ് റൂമിനെ, വലിയ 10-60 പിള്ളേരുള്ള ക്ലാസ്സിനൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ അതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ആ വലിയ പ്രോസസ്സിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ് മൈക്രോ ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഓരോ പ്രത്യേകം ടീച്ചിങ് സ്കില്ലുകളിൽ മാസ്റ്റർ ആവാനായിട്ട് ട്രെയിനിക്ക് അവസരം കൊടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്കെയിൽ ഡൗൺ പ്രോസസ്സാണ് എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ആ കോംപ്ലക്സിറ്റീസൊക്കെ മാറിയിട്ട് ഓർഡിനറി ക്ലാസ് റൂം സിറ്റുവേഷനിലൊക്കെ മാറിയിട്ട് അതിനെ മിനിമത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കെയിൽ ഡൗൺ ആയിട്ടുള്ളൊരു ടീച്ചിങ് ആണ്. വലിയ ഒരു കോംപ്ലക്സിറ്റീസൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കില്ലിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് മൈക്രോ ടീച്ചിങ്ങിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് ഈ സ്കെയിലിംഗ് ഡൗൺ എന്ന് പറയുന്നതൊക്കെ ഏത് രീതിയിലാണ്, അതായത് ക്ലാസ് സൈസ് സാധാരണ പറയും, ഇത് കറക്റ്റ് അല്ലോ, ഇത് പല ടെക്സ്റ്റ് ബുക്കുകളും പല രീതിയിൽ പറയുന്നുണ്ട്. മോർ ദാൻ 6 people സാധാരണ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ലെങ്ത് ഓഫ് ദ ലെസൺ എന്ന് പറയുന്നത് 5 to 10 minutes എന്ന് പറയാറുണ്ട്, പല രീതിയിൽ പറയാറുണ്ട്. 1 ടീച്ചിങ് സ്കിൽ ഈസ് ഇൻസിസ്റ്റഡ് അറ്റ് എ ടൈം, അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാണ് കേട്ടോ. ഒരു സമയത്ത് ഒരു ടീച്ചിങ് സ്കില്ല് മാത്രമാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് മൈക്രോ ടീച്ചിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു ഐഡിയൽ മൈക്രോ ടീച്ചിങ് സൈക്കിൾ ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് CTET-നൊക്കെ. പക്ഷേ നമ്മൾ പലപ്പോഴും പല ഇതിലും മാറി വരാറുണ്ട്. കാരണം 10 to 15 minutes ആണ് സാധാരണ ടീച്ചിങ് വരുന്നതെന്നുള്ള രീതിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പല ടെക്സ്റ്റ് ബുക്കുകളിലും. ഇതൊരു ഐഡിയൽ മൈക്രോ ടീച്ചിങ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. 36 minutes ആണ് മൊത്തത്തിൽ ഈ പ്രൊസീജിയറിന് എടുക്കുന്നതെന്നാണ് പറയുന്നത്. അവിടെ ടീച്ചിങ് എന്ന് പറയുന്ന 6 minutes ആണ്, 6 minutes ആണ് ടീച്ചിങ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയും 5 to 10 minutes എന്നൊക്കെ പറയാറുണ്ട്. ഇതിനു മുമ്പ് 10 to 15 minutes എന്നൊക്കെ ഇങ്ങനെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 6 minutes ആണ് ഒരു ആവറേജ് ആയിട്ട് പറയാറുള്ളത്. അതുപോലെ ഫീഡ്ബാക്കിന് ഒരു 6 minutes, നമ്മുടെ പിയർ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഫീഡ്ബാക്ക് എടുക്കാൻ ഒരു 6 minutes. ദെൻ റീപ്ലാൻ ആണ് അടുത്തത്, 12 minutes നീളുന്ന റീപ്ലാൻ. ടീച്ചിങ് എന്ന് പറയുന്ന 12 minutes നീടുന്നു. അങ്ങനെ ഫീഡ്ബാക്കിന് ഒരു 6 minutes കൂടി എടുക്കുന്നു. അങ്ങനെ ടോട്ടൽ 36 minutes ആണ് ഈ മൈക്രോ ടീച്ചിങ് സൈക്കിളിന് എടുക്കുന്നത് എന്നുള്ളൊരു കണക്ക് കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പല രീതിയിൽ പല ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പറയാറുണ്ട്. ഇതൊന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ജനറൽ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക, ചോദിച്ചാലും അറിയാൻ പാകത്തിന്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? റിയൽ ടീച്ചിങ് ദാറ്റ് ഫോക്കസ് ഡെവലപ്പിംഗ് ടീച്ചിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് മൈക്രോ ടീച്ചിങ് നമ്മൾ നടത്തുന്നതെന്ന് മനസ്സിലാക്കാം. അവിടെ 5 മുതൽ 10 വരെ സ്റ്റുഡൻസ് ആണ് ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. 5 മുതൽ 10 minutes വരെയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ റേഞ്ചിലാണ് പറയുന്നത്. അത് 6 എന്ന് കറക്റ്റ് 36ന്റെ സൈക്കിളിനകത്താണ് അത് കൃത്യമായിട്ട് പറയുന്നത്. ഇനി സ്മോൾ ടോപ്പിക് വിത്ത് ഫ്യൂ ഒബ്ജക്റ്റീവ്സ്, അതാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. ചെറിയ ടോപ്പിക്കാരും കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവുള്ളൂ. ലിമിറ്റഡ് നമ്പർ ഓഫ് ടീച്ചിങ് സ്കിൽസ്, അറ്റ് എ ടൈം ഒരു സ്കില്ലാണ് ഫോക്കസ് ചെയ്യുന്നത് നമുക്കറിയാം. ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കുന്നത്. പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഉണ്ട്. അതേപോലെ തന്നെ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു
മോഡിഫൈയിങ് ദ ബിഹേവിയർ ബൈ റിപ്പീറ്റിംഗ് ദ പെർഫോമൻസ്. അതായത് ഒരു തവണ ചെയ്തു, അത് ഫീഡ്ബാക്ക് എടുത്തു, മാറ്റണമെങ്കിൽ വീണ്ടും അടുത്ത പ്രാവശ്യം ഒന്നുകൂടി വന്നിട്ട് വീണ്ടും ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന രീതിയാണ് ഇതിനകത്ത് വരുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ആ മൈക്രോ ടീച്ചിങ്ങിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യം പ്ലാനിങ് നടത്തുന്നു, ദെൻ നമ്മൾ ടീച്ചിങ് നടത്തുന്നു, ദെൻ ഫീഡ്ബാക്ക് എടുക്കുന്നു, റീപ്ലാനിങ് നടത്തുന്നു, റീടീച്ചിങ് നടക്കുന്നു, ഫീഡ്ബാക്ക് നടക്കുന്നു, പിന്നെയും പ്ലാനിങ്. അങ്ങനെ ആ ഒരു സ്റ്റെപ്പുകൾ ഓർത്തിരിക്കുക. 1 2 3 4 5 6 സ്റ്റെപ്പിൽ പറയാം. പ്ലാനിങ്, ടീച്ചിങ്, ഫീഡ്ബാക്ക്, റീപ്ലാനിങ്, റീടീച്ചിങ്, ഫീഡ്ബാക്ക്. ഇതാണ് ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇനി ഇതിനകത്ത് ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് പറയുവാണെങ്കിൽ, ഐഡൻറ്റിഫൈങ് ടീച്ചിങ് സ്കിൽസ് ആണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അല്ലെ, ഏത് ടീച്ചിങ് സ്കില്ലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നു. ദെൻ പ്ലാനിങ് ഓഫ് ടീച്ചിങ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ ഓർ മൈക്രോ ടീച്ചിങ് ആണ് അടുത്ത സ്റ്റെപ്പിൽ. അതായത് നേരത്തെ പറഞ്ഞ 6 സ്റ്റെപ്പിനെ വീണ്ടും വലുതാക്കി കാണിക്കുന്നത്, അതിനകത്ത് നടക്കുന്ന പ്രൊസീജിയറോട് ചേർത്തുകൊണ്ട്. ദെൻ പ്ലേയിങ് ബാക്ക് ഓഫ് റെക്കോർഡ് മൈക്രോ ടീച്ചിങ്. അല്ലേ, നമ്മളത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റെക്കോർഡ് വേർഷൻ നമ്മളെടുത്ത് കണ്ടു നോക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഡിസ്കഷൻ ആൻഡ് ഫീഡ്ബാക്ക് നടത്തുന്നത്. റീപ്ലാനിങ് ഓഫ് ദ ലെസൺ ആണ് അടുത്തത്. റിപ്പറ്റീഷൻ ഓഫ് ടീച്ചിങ് സെഷൻ ആണ് വീണ്ടും നടത്തുന്നു. റീപ്ലേയിങ് ദ റെക്കോർഡ് ടീച്ചിങ് ആക്ട്സ് ഫോർ ഡിസ്കഷൻ ആൻഡ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ 6 സ്റ്റെപ്പാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നടക്കുന്ന പ്രൊസീജിയറോട് ചേർത്തുകൊണ്ട് കുറച്ചുകൂടി വലുതാക്കി അവിടെ കാണിച്ചിരിക്കുന്നു മാത്രം. ഈ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർഡറിൽ ഓർത്തിരിക്കണം. കാരണം സീറ്ററ്റ് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, കേറ്ററ്റ് ആയിക്കോട്ടെ, അതിലെല്ലാം ഈ പറയുന്ന രീതിയിലുള്ള ഓർഡർ, സ്റ്റെപ്പുകൾ, കറക്റ്റായിട്ടുള്ള ഓർഡർ ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അങ്ങനെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി അടുത്ത ഒരു ആശയം എന്ന് പറയുന്നത്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്. റിയൽ ക്ലാസ് റൂം സിറ്റുവേഷനിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അധ്യാപകർക്ക് ഉണ്ടാകുന്നതിനും ഫ്യൂച്ചറിലെ ക്ലാസ്സുകൾ കുറച്ചുകൂടി കോൺഫിഡൻസിൽ എടുക്കുന്നതിനും ഈ മൈക്രോ ടീച്ചിങ് സഹായിക്കുന്നുണ്ട്. റിയൽ ക്ലാസ് റൂം സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ടീച്ചിങ് സ്കിൽസ് മാസ്റ്റർ ചെയ്യാനായിട്ട്, ഐഡൻറ്റിഫൈ ടീച്ചിങ് സ്കിൽസിൽ കോമ്പിറ്റൻസി ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്ലേ ബാക്ക് ഓഫ് ദ റെക്കോർഡിംഗ് ഓഫ് ദ ആക്ച്വൽ ടീച്ചിങ് ഹെൽപ്സ് സൂപ്പർവൈസർ ആൻഡ് പിയേഴ്സ് നോട്ട് ടു ഡിപ്പെൻഡ് ഓൺ ദ റീകോൾ ബട്ട് ബേസ്ഡ് ദെയർ ജഡ്ജ്മെൻറ്റ് ഓൺ ദ റിവ്യൂ ഓഫ് ദ ടീച്ചിങ് ആക്ട്. ദസ് അസസ്മെൻറ്റ് ബിക്കം മോർ ഒബ്ജക്റ്റീവ്. അസസ്മെൻറ്റ്, ഇതിനകത്ത് അസസ്മെൻറ്റ് കുറച്ചുകൂടി ഒബ്ജക്റ്റീവ്, കാരണം റെക്കോർഡ് വേർഷൻസ് ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നതുകൊണ്ട് ഒബ്ജക്റ്റീവ് ആവും എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവായിട്ട് വരുന്നത്. ദ വീഡിയോ റെക്കോർഡിംഗ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടീച്ചർ ടു അസസ് ഓൺ ടീച്ചിങ്. സ്വയം നമ്മളെ വിലയിരുത്താനായിട്ട് വീഡിയോ റെക്കോർഡിംഗ് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഓൾസോ ഹെൽപ്പ് ടു ക്യാരി ഔട്ട് ദ റീപ്ലാനിങ് ആൻഡ് റീടീച്ചിങ് ടു ബ്രിങ് നെസസറി ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടൈം. അപ്പോൾ ഫീഡ്ബാക്കിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട് വീണ്ടും റീപ്ലാനിങ്, റീടീച്ചിങ് ഒക്കെ നടത്താനുള്ള ഓപ്ഷനും അവിടെയുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഡെവലപ്പിംഗ് ടീച്ചിങ് എഫിഷ്യൻസി ഇൻ പ്രീ സർവീസ് ആസ് വെൽ ആസ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. ഇതിലെല്ലാം ഇതിൻ്റെ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ലിമിറ്റേഷൻസ് എന്താ? ദ പ്രൊവിഷൻ ഓഫ് ദ വീഡിയോ ക്യാമറ ഇറ്റ് സെൽഫ് ഈസ് ആൻ എക്സ്പെൻസീവ് ലേണിംഗ് റിസോഴ്സ്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവരുടെയും ഫോണുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് എക്സ്പെൻസീവ് ആണെന്ന് വേണം കണക്കാക്കാം. The discussion and feedback, repetition of micro teaching till the behavior of teacher comes to an acceptable level are very time consuming. അപ്പോൾ മൈക്രോ ടീച്ചിങ്ങിന് സമയമൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും 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 ഇത് ചെയ്യിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ടൈം കൺസ്യൂമിംഗ് ആയിട്ട് മാറുന്നുണ്ട്. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഇൻ ഓൾ ടീച്ചിങ് മെത്തേഡ്. എല്ലാ മെത്തേഡിലും ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കത്തുമില്ല. ഇനി മൈക്രോ ടീച്ചിങ്ങിന് സാധാരണ ഞാൻ പറഞ്ഞല്ലോ 5 to 10 എന്ന് പറയും. 5-6 ആൾക്കാരൊക്കെയാണ് ഉള്ള ഇതെന്ന് പറയുന്നത്. ടീച്ചിങ്ങിനുള്ള എടുക്കുന്ന സമയം 6 മിനിറ്റേ ഉള്ളൂ. 1 സ്കില്ലാണ് അറ്റ് എ ടൈം പറയുന്നത്. സിംഗിൾ കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇനി ഈ മൈക്രോ ടീച്ചിങ്ങിലെ പല സ്കിൽസ് ചേർത്തിട്ട് ലിങ്ക് പ്രാക്ടീസ് നടത്തും. ലിങ്ക് പ്രാക്ടീസ് നിങ്ങൾ ഒരുപക്ഷെ ബിഎഡുകാരൊക്കെ കോളേജുകളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ കുറച്ചുകൂടി വലിയ ഓഡിയൻസ് ആയിരിക്കും. 10-15 പിള്ളേരൊക്കെ ഉണ്ടാവും. 10-15 മിനിറ്റ് നീളുന്നതായിരിക്കും. അറ്റ് എ ടൈം 2-3 സ്കിൽസ് ഒക്കെ ഉണ്ടാവും. ബ്രോഡ് കോൺസെപ്റ്റ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുന്നത്. അതാണ് ലിങ്ക് പ്രാക്ടീസിനകത്ത് വരുമ്പോൾ. ഇനി മാക്രോ ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 40ഓളം വരുന്ന മെയിൻ ആയിട്ടുള്ള ക്ലാസ് റൂമിലേക്ക് അത് കൊണ്ടുവരുന്നത്. 40 മിനിറ്റുള്ള ഒരു പീരീഡിലാണ് നമ്മൾ ക്ലാസ് എടുക്കുക. മെനി സ്കിൽസാണ് ആ സമയത്ത് വേണ്ടി വരുന്നത്. മെനി കോൺസെപ്റ്റ്സ് നമ്മൾ പഠിപ്പിക്കേണ്ടിയും വരും. അപ്പോൾ ഈ മൈക്രോ ടീച്ചിങ്, ലിങ്ക് പ്രാക്ടീസ്, മാക്രോ ടീച്ചിങ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക എന്താണെന്നും അതിൻ്റെ വലിപ്പത്തിലെ വ്യത്യാസം തന്നെയാണ് അവിടുത്തെ വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളോട് ഇന്ന് പറയാനുള്ള ടോപ്പിക്ക്, മൈക്രോ ടീച്ചിങ്. അപ്പോൾ ട്രിപ്ലറ്റ് സീരീസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായല്ലോ. നിങ്ങൾ എഴുതാൻ പോകുന്ന എല്ലാ ടീച്ചിങ് എക്സാംസിലും പ്രധാനമായിട്ടും എലിജിബിലിറ്റി ടെസ്റ്റുകളായിട്ടുള്ള സീറ്ററ്റ്, കേറ്ററ്റ്, സെറ്റ്, അതിനുശേഷം വരുന്ന HSA ആയിക്കോട്ടെ, HSST ആയിക്കോട്ടെ, LPUP ആയിക്കോട്ടെ, അവിടെ എല്ലാം നിങ്ങൾ കാണേണ്ടി വരുന്ന ചില കോമൺ ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകളിലൂടെയാണ് നമ്മൾ ഈ സീരീസിൻ്റെ ഭാഗമായിട്ട് കടന്നു പോകുന്നത്. നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ക്വിസ് അറ്റൻഡ് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുക, സമ്മാനങ്ങൾ നേടുക. എല്ലാവർക്കും ആശംസകൾ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.